മലയാള സിനിമയിലെ ടയർ 1 സ്റ്റാർസിൽ ഒരാളായിരുന്ന ദിലീപിന്റെ കരിയർ അനാലിസിസ് ആണ് ഈ വീഡിയോ. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളായിരുന്നു ദിലീപ്. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ തുടരെ പടങ്ങൾ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ മലയാള സിനിമയ്ക്ക് ആശ്വാസമായത് ദിലീപിന്റെ സിനിമകളായിരുന്നു. ഇപ്പോഴും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യുള്ള 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദിലീപിന്റെ 2-3 സിനിമകൾ ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ദിലീപ് മൂവീസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. 2017 രാമലീല ഇറങ്ങിയതിനു ശേഷം ദിലീപിന്റെ ഫിലിം കരിയർ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായ വുമൺ അബ്യൂസ്മെന്റ് കേസ് ദിലീപിന്റെ കരിയറിനെ വളരെയധികം ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെയും ഫാമിലിയുടെയും പ്രിയ താരമായ ദിലീപിന്റെ കരിയറിൽ വന്നിരിക്കുന്ന ഈ മോശം സമയത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ അധികം മെൻഷൻ ചെയ്യേണ്ടതില്ല. ഒരു ടയർ 1 ആക്ടർ എന്ന നിലയിൽ നിന്ന് ഇത്രയും വേഴ്സ്റ്റ് ആയ ഒരു അവസ്ഥയിലേക്ക് പോയ ദിലീപ് എന്ന ആക്ടറിനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പേഴ്സണൽ ലൈഫ് മെൻഷൻ ചെയ്യേണ്ടതില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ 2016 വന്ന വുമൺ അബ്യൂസ്മെന്റ് കേസ് നമ്മുടെ വിഷയത്തിൽ ഒന്നാണ്. കാരണം കുട്ടികളും സ്ത്രീകളും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ദിലീപിനെ വെറുക്കാൻ ഇടയാക്കിയ കാരണമായിരുന്നു ഈ കേസ്. ലൈക്ക് ഒരു വിഗ്രഹം വീണുടഞ്ഞു എന്ന് തന്നെ പറയാം. അതിനുശേഷം ദിലീപിന്റെ ഒരുപാട് ഓഡിയൻസിനെ അങ്ങേർക്ക് നഷ്ടമായി. ദിലീപിനെ പേഴ്സണലി ഒരുപാട് പേർ വെറുത്തു. എന്നാലും ഒരു ആക്ടർ എന്ന നിലയിൽ മാത്രം ദിലീപിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവരാണ് ഇപ്പോഴത്തെ അങ്ങേരുടെ മെയിൻ ഓഡിയൻസ്. പക്ഷെ തുടരെയുള്ള ഈ പരാജയങ്ങൾ കാരണം ആളുകൾ പുള്ളിയുടെ സിനിമ കാണാൻ രണ്ടാമതൊന്ന് ചിന്തിച്ചും തുടങ്ങി. 2017 രാമലീല ഇറങ്ങിയതിനു ശേഷം ബാലമക്കിയിലും സത്യനാഥനും മാത്രമാണ് അല്പമെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ദിലീപിന്റെ സിനിമകൾ. 2 കൺട്രീസ്, കിങ് ലയർ, മൈ ബോസ്, മീശ മാധവൻ, റൺവേ, CID മൂസ, കുഞ്ഞുകൂനൻ, പഞ്ചാബി ഹൗസ്, കല്യാണരാമൻ, പറക്കുംതളിക, വെട്ടം, പാണ്ടിപ്പട, കുബേരൻ മുതലായ കിടുപടങ്ങൾ ചെയ്ത ഈ നടന്റെ പൂർണ്ണ അധംപതനത്തിനാണ് നമ്മൾ 2017 ശേഷം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് ഈക്വൽ ടു മിനിമം ഗ്യാരണ്ടി. പുള്ളി പ്രേക്ഷകർക്കിടയിൽ അങ്ങനെയായിരുന്നു. അസാധ്യമായിട്ട് കോമഡി ചെയ്യുന്ന ദിലീപ് ഇപ്പോഴും തുടരെ തന്റെ പഴയ ശൈലിയിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡീസ് ആയിട്ട് സിനിമകൾ കൊണ്ടുവരുന്നതാണ് പുള്ളിയുടെ മെയിൻ പ്രശ്നം. കാലം മാറി. കോവിഡിന് ശേഷം ആളുകൾ സിനിമകളിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പുതുമയാണ്. സ്റ്റാർസിന്റെ പേര് നോക്കി തിയേറ്ററിൽ ആള് കയറുന്നത് പ്രേക്ഷകർ നിർത്തിയിരിക്കുന്നു. ഡയറക്ടർ ആരാ, പ്രൊഡ്യൂസർ ആരാ, മ്യൂസിക് ഡയറക്ടർ ആരാ, ആക്ഷൻ ആരാ എന്നൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഇപ്പോൾ സിനിമ കാണാൻ കയറുന്നത്. ആ സമയത്താണ് പഴയ ശൈലിയിലുള്ള കോമഡികളുമായിട്ട് ദിലീപ് വന്നു പോകുന്നത്. പണ്ടത്തെ പോലെ സ്ലാപ്സ്റ്റിക് കോമഡീസ് ഇപ്പോൾ വർക്ക് ആകുന്നില്ല. അതിനുള്ള മെയിൻ കാരണം പുതിയ തലമുറയിൽ ജഗതിയെ പോലെയോ ഹരിശ്രീ അശോകനെ പോലെയോ ഇന്നസെന്റിനെ പോലെയോ കൊച്ചിൻ ഹനീഫയെ പോലെയോ സലീം കുമാറിനെ പോലെയോ സുരാജിനെ പോലെയോ ഒന്നുള്ള കോമഡിയൻസ് ഇല്ല എന്നതാണ്. അതുകൊണ്ടാണ് ഡയറക്ടേഴ്സ് പലരും സ്ലാപ്സ്റ്റിക് കോമഡി യൂസ് ആക്കാൻ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അവർ റിയലിസ്റ്റിക് കോമഡിയും സിറ്റുവേഷൻ കോമഡിയും എല്ലാം യൂസ് ആക്കുന്നത്. മാത്രമല്ല ഇന്ന് സ്ലാപ്സ്റ്റിക് കോമഡികളുടെ മെയിൻ മാർക്കറ്റ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് ദിലീപ് തന്റെ സിനിമകളിൽ ഇവ കൊണ്ടുവരുന്നത്. മാത്രമല്ല മെയിൻ കൊമേഡിയൻസിന്റെ അഭാവത്തിൽ സ്ലാപ്സ്റ്റിക് കോമഡി നന്നായി എഴുതി ഫലിപ്പിക്കാനായിട്ട് നല്ല റൈറ്റേഴ്സും ഇന്ന് മലയാളത്തിലില്ല. കേരളത്തിന് പുറത്ത് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദിലീപിന് ആയ കാലത്തും ഇന്നും ആയിട്ടില്ല. പുള്ളി കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അന്യഭാഷയിൽ പുള്ളിക്ക് മാർക്കറ്റ് ഇല്ലാതെ പോയി. കാര്യം ദിലീപിന്റെ പടങ്ങൾ പലരും വേറെ ഭാഷകളിൽ റീമേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പലർക്കും ആ സിനിമകൾ ഒറിജിനലി ചെയ്ത നടനെ അറിയില്ല. സോ ദിലീപ് കേരളത്തിന് പുറത്ത് ഒരു മാർക്കറ്റ് ഉണ്ടാക്കാതിരുന്നത് പുള്ളിയുടെ കരിയറിലെ ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ്. ഇനി സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിലേക്ക് വന്ന ഇപ്പൊ പുള്ളി ചെയ്യുന്ന സിനിമകളിലെ മെയിൻ തീം താൻ ചെയ്യാത്ത കുറ്റത്തിന് അകപ്പെടുന്നതോ ജയിലിലാവുന്നതോ ഒക്കെയാണ്. പുള്ളിയുടെ റിയൽ ലൈഫിലെ കേസിനെ ന്യായീകരിക്കുന്ന പോലെയാണ് ഈ തീം. സോ പുള്ളിയുടെ സിനിമകളിലൂടെ ഞാൻ റിയൽ ലൈഫിൽ തെറ്റ് ചെയ്തിട്ടില്ല, എല്ലാവരും അയാളെ കരുവാക്കുന്നതാണെന്ന് പോലെ വരുത്തി തീർക്കുന്നു. ഇത് ഇന്റൻഷ്യലി ആണോ അതോ കോയിൻസിഡൻസ് ആണോ എന്ന് അറിയില്ല. മോഹൻലാലും ദിലീപും ഒക്കെ തങ്ങളുടെ വിന്റേജ് കാലം ഇന്നത്തെ സിനിമകളിൽ കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നതാണ്. നിങ്ങളൊരു കാര്യം അറിയാം, നിങ്ങളുടെ വിന്റേജ് കാലത്തിലെ എനർജിയും ഫ്ലെക്സിബിലിറ്റി ഒന്നും നിങ്ങളുടെ 50ാമത്തെ വയസ്സിലും 70ാമത്തെ വയസ്സിലൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. മാത്രമല്ല പ്രേക്ഷകർക്ക് ഇത് കാണണമെങ്കിൽ നിങ്ങളുടെ പഴയ സിനിമകൾ കണ്ട് അത് എൻജോയ് ചെയ്തോളാം. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പഴയ നിങ്ങളെ കാണാനല്ല, പുതിയ നിങ്ങളെ കാണാനാണ്. സോ ഫോഴ്സ്ഫുള്ളി വിന്റേജ് എന്ന് പറഞ്ഞിട്ട് ഓരോ അപരാധങ്ങളും നിങ്ങൾ സിനിമയിൽ കാട്ടിക്കൂട്ടേണ്ടതില്ല. ഇതെല്ലാ നടന്മാരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്. കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകുക, പ്രേക്ഷകരെ അറിഞ്ഞിട്ട് സിനിമ ചെയ്യുക, ട്രെൻഡിനനുസരിച്ച് നീങ്ങുക. OTT റൈറ്റ്സ് പോലും കിട്ടാതെ ബാന്ദ്രയും തങ്കമണിയും ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇനി ഈ സിനിമ ഇപ്പോൾ OTTയിൽ ഇറങ്ങിയാലും പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുമില്ല. ഫാമിലി പ്രേക്ഷകരെയും കുട്ടികളെയും മാത്രം ടാർഗറ്റ് ചെയ്യാതെ യൂത്തിന്റെ പൾസറിനും സിനിമ ചെയ്യണം. അവരാഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല കംഫർട്ട് സോണിൽ നിന്ന് എന്ന് മാറി ചിന്തിക്കുന്നോ അപ്പോഴാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ടാകൂ. ആക്ടേഴ്സിൽ മമ്മൂട്ടി അതിന് വളരെ വലിയൊരു ഉദാഹരണമാണ്. തന്റെ സ്ഥിരം ശൈലിയിൽ സ്ലാപ്സ്റ്റിക് കോമഡികൾ ദിലീപ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാനായിട്ട് ഇപ്പൊ പഴയ പോലെ കോമഡിയൻസ് ഇല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 മാൻ ഷോ ആയിട്ട് പുള്ളി സിനിമ കൊണ്ടുപോകുമ്പോൾ സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ പിന്നെ അത് പറയാൻ വേണ്ട. അതാണ് പവി കെയർ ടേക്കർ എന്ന സിനിമയ്ക്ക് പറ്റിയത്. ദിലീപ് 1-2 പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ആയിട്ട് വരണം. ഇൻസ്പെക്ടർ ഗരുഡ് പോലെ കോമഡി ആയിട്ടല്ല, മറിച്ച് പക്ക സീരിയസ് ആയിട്ട്. ഈവൻ രാമലീല ഒരു പക്ക സീരിയസ് മൂവി ആയിരുന്നു. ഐ തിങ്ക് നായകൻ ദിലീപ് ആയതുകൊണ്ട് മാത്രം ഒരുപാട് കോമഡി അതിൽ ഫോഴ്സ്ഡ് ആയിട്ട് കയറ്റിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ തേങ്ങ വേണമെന്ന് പറയുന്ന പോലെ ദിലീപ് സിനിമയിൽ കോമഡി വേണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല. കൊമേഡിയൻസ് വരെ ഇപ്പോൾ സീരിയസ് റോൾസ് ചെയ്യുന്ന കാലമാണ്. കാലത്തിനനുസരിച്ച് ട്രാക്ക് മാറ്റിയ ജഗദീഷ്, ഷാജോൺ, സുരാജ്, ബിജു മേനോൻ ഇവരൊക്കെ ഒരു ഉദാഹരണമാണ്. സോ രേഖാചിത്രം പോലെയോ ഗരുഡം പോലെയോ പക്ക ഇൻവെസ്റ്റിഗേഷൻ
ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിട്ട് വന്ന പെട്ടെന്ന് തന്നെ ദിലീപിന് ഒരു കംബാക്ക് കിട്ടും. ദിലീപിന്റെ പടത്തിൽ കോമഡി ഇല്ലെങ്കിലും പടം ഹിറ്റാവും, കാരണം കാലം മാറി. സോ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യത്തിൽ പുള്ളി ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ ദിലീപിന് ഇനി ഒരു കംബാക്ക് ഉള്ളൂ. അല്ലെങ്കിൽ 2 കൺട്രീസ് പോലെ ഒരു പക്ക കോമഡി മൂവി ആയിട്ട് വരണം. ഈയിടെയായിട്ട് പുള്ളി കോമഡി ചെയ്യുമ്പോൾ ആക്ടിങ്ങിന് ഒരുപാട് ഓവർ എക്സ്പ്രഷൻസ് ഇട്ട് ഓവർ ആക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പവി കെയർ ടേക്കറിലും വോയിസ് ഓഫ് സത്യനാഥിലും കിങ് ലെയറിലൊക്കെ ഈ ഓവർ ആക്ടിങ് മുഴച്ചു നിന്നിരുന്നു. കേശു വീടിന്റെ നാഥനിൽ പുള്ളി പിന്നെയും കൺട്രോൾഡായിട്ട് അഭിനയിച്ച പോലെ ഫീൽ ചെയ്തിരുന്നു. വരാനിരിക്കുന്ന സിനിമയിൽ പോസ്റ്റേഴ്സ് ലുക്കൊക്കെ കണ്ടിട്ട് ബബ്ബ എന്ന സിനിമയിലൂടെ ഒരു കിടിലൻ കംബാക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഫ്രണ്ട് സർക്കിളിനെ ഒഴിവാക്കി പുതിയ പിള്ളേർക്ക് അവസരങ്ങൾ കൊടുക്കുന്നത് ഒരു നല്ല സൂചന തന്നെയാണ്. പറക്കും പപ്പനിലും ഒരു പ്രതീക്ഷയുണ്ട്. ഒരു സൂപ്പർ ഹീറോ മൂവി ആയതിനാൽ മാത്രമാണ് ആ പ്രതീക്ഷ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ അഭിനയിക്കാൻ നല്ല പാഠമുള്ള, അപാര കോമഡി ടൈമിംഗ് ഉള്ള, നല്ല ഡയലോഗ് ഡെലിവറി ഉള്ള ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് ദിലീപ്. നല്ല ഡയറക്ടറുടെ കൈ കിട്ടിയ ഇനിയും മിനുങ്ങും. ദിലീപിന് ഒരു പ്യുവർ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയിലൂടെ കാണാനായിട്ട് ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജയറാമും ഫഹദും ഒക്കെ ചെയ്യുന്ന പോലെ അന്യഭാഷയിൽ പോയിട്ട് കോമാളി റോൾസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല റോൾസ് മാത്രം തിരഞ്ഞുപിടിച്ച് ചെയ്ത് കേരളത്തിന് പുറത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരു മാർക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ദിലീപ് ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ അഭിപ്രായത്തിലുള്ള ദിലീപിന്റെ കരിയറിലെ ഡൗൺഫോളിന് കാരണം. അവസാനമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കണ്ട ദിലീപ് മൂവി ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കമന്റ് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.